കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സോമശേഖർ സാർ നിന്നേ. ഇവിടത്തെ ദൈവത്തോട് നല്ല വിശ്വാസമുള്ള ആളാന്ന് തോന്നുന്നു. അതെ തിരുമേനി, ഇന്ന് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്ന തന്നെ ഈ ദൈവത്തിന്റെ കൃപ കൊണ്ടാ. വളരെയേറെ ശക്തിയുള്ള ദൈവ. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നാളെ ഇവിടുത്തെ വിശേഷ ഒരു സഹസ്രനാമ പൂജ നടത്തണ്ടേ? നിങ്ങളുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും ഇവിടെ എഴുതി വച്ചേക്ക്. പൂജ കഴിഞ്ഞതും പ്രസാദം നിങ്ങളുടെ മേൽവിലാസത്തിലേക്ക് അയച്ചേക്കാം. ദാ ബുക്ക് അവിടെ ഇരിക്കണ്ട്. ആയിക്കോട്ടെ തിരുമേനി. ഞങ്ങള് പോട്ടെ തിരുമേനി. പോയിട്ട് വരാം. ഇന്ന് എനിക്ക് ദേവേട്ടനെ ഒന്ന് കാണണം. ഞാനിതിലേക്ക് ലൊക്കേഷനും അയച്ചിട്ടുണ്ട്. ദേവേട്ടന്റെ വൈദേഹി. യെസ്. ദേവേട്ടാ, ഇത് ജ്യൂസ്. എനിക്ക് ജ്യൂസ് വേണ്ട, ഒരു അർജന്റ് ജോലിയുണ്ട്. മാറ്. നിക്ക്, എന്താ അത്ര അർജന്റ്? ഇത് കുടിച്ചിട്ട് ജാനകി, എനിക്ക് വൈദേഹി മെസ്സേജ് അയച്ചിരിക്കുന്നു, നോക്ക്. വൈദേഹിയോ? വൈദേഹി ഇന്ന് എന്നെ കാണാന്ന് പറഞ്ഞിരിക്കുക. ഞാനൊന്ന് ചെന്ന് കണ്ടിട്ട് വരട്ടെ. ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് ഈ ജ്യൂസ് കുടിച്ചോ, ഞാൻ പോയിട്ട് വേഗം വരാം. ഓക്കെ, ബൈ ബൈ ബൈ. വൈദേഹി കാണാനോ? ദേവേട്ടാ, 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 ഞാനിവിടെ ഉള്ളപ്പോ എന്റെ പേരിൽ ആരായിരിക്കും മെസ്സേജ് അയച്ചത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ആരാ ഈ കളിക്കുന്നത്? ഞാൻ വൈദേഹിയാണെന്ന് ഇനി ആർക്കേലും മനസ്സിലായോ? എന്റെ പേരും പറഞ്ഞുകൊണ്ട് ആരാ ദേവേട്ടന് മെസ്സേജ് അയച്ചത്? ഈ സ്ഥലം തന്നെയാണല്ലോ കാണിക്കുന്നത്. ചേട്ടാ, ഇവിടെ നിർത്തിയാ മതി. നീ ഇതെവിടെയാ വൈദേഹി? ഇവിടെ. വൈദേഹി, വൈദേഹി, ഏതാ ഈ പെണ്ണ്? ഐ എം റിയലി സോറി മാഡം. ഞാൻ എൻ്റെ ഭാര്യ വൈദേഹി എന്നാ വിചാരിച്ചേ. ഞാനും വൈദേഹി തന്നെയാ.
നിങ്ങൾ വൈദേഹിയാണെന്നോ? ഓ ഓക്കെ, നിങ്ങളുടെ പേരും വൈദേഹി എന്നായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ ഭാര്യ വൈദേഹിയെ തപ്പി വന്നതാ. അവളിവിടെ ഉണ്ടാകുമെന്ന് മെസ്സേജ് അയച്ചായിരുന്നു. ഞാനെന്ന് അവളെ തപ്പട്ടെ. ഓക്കെ, താങ്ക് യു. ആ മെസ്സേജ് ചെയ്തത് ഞാൻ തന്നെയാ. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ മെസ്സേജ് അയച്ചെന്നോ? അതെ ദേവൻ ചേട്ടാ, ഞാൻ തന്നെ മെസ്സേജ് ചെയ്തത്. അന്ന് അമ്പലത്തിൽ വെച്ച് മെസ്സേജ് അയച്ചതും അതും ഞാൻ തന്നെയാ. ഈശ്വര, അന്ന് അമ്പലത്തിൽ നിന്ന് മെസ്സേജ് ചെയ്തത് ഞാനല്ലേ? ഇവളാണെന്ന് എന്തിനാ കള്ളം പറയുന്നേ? ഇതെന്തോ വലിയ ഗൂഢാലോചനയാണല്ലോ. നിങ്ങൾ എന്തിനാ എന്റെ വൈദേഹിയുടെ പേരും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്? എന്തിനാന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ വൈദേഹി ആവണം. അതെ ദേവേട്ട, വൈദേഹിയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഏതൊരു പെൺകുട്ടിക്കും ഭർത്താവിൽ നിന്ന് ഇത്രയേറെ സ്നേഹം കിട്ടുന്നു പറഞ്ഞ അതൊരു ഭാഗ്യ. എന്തായാലും നിങ്ങളുടെ വൈദേഹി നിങ്ങൾ ഉപേക്ഷിച്ചു പോയി. ആ സ്ഥാനം എനിക്ക് കിട്ടുവാണെങ്കിൽ ഈ സ്നേഹം മുഴുവൻ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമല്ലോ. വെറുതെ തോന്നിവാസം കാണിക്കരുത്. ശരിക്കും എന്റെ വൈദേഹി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു വിചാരിച്ച് എത്ര പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങോട്ട് വന്നേന്നറിയോ? കുറെ ദിവസമായി ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നു. എന്റെ വൈദേഹിക്ക് എന്താ പറ്റിയെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുക ഞാനിപ്പോ. എന്റെ പ്രതീക്ഷകളെ തൊട്ട് കളിക്കാൻ നിനക്കാരാ അധികാരം തന്നെ? അതല്ല ദേവേട്ട. ഏയ്, മിണ്ടിപ്പോകരുത്. പെണ്ണായതുകൊണ്ട് മാത്രം നിന്റെ തടി കേടാകാതെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. ഇനി ഇങ്ങനെ എന്റെ ജീവിതത്തെ തൊട്ട് കളിക്കാൻ ശ്രമിച്ചാ ജീവനോടെ വെച്ചേക്കില്ല ഞാൻ. ബി കെയർഫുൾ. ദേവേട്ട, ദേവേട്ട ഒന്ന് നിന്നേ. നീ എന്താ ഇവിടെ? ഞാൻ പറയുന്നത് കേക്ക്. ഈ മെസ്സേജ് ആ പെണ്ണ് തന്നെ അയച്ചത്. പക്ഷെ അമ്പലത്തിൽ വെച്ച് അയച്ച മെസ്സേജ് ഉണ്ടല്ലോ. ഓ, അത് നീ അയച്ചതാണോ? അങ്ങനെയല്ല ദേവേട്ട. മതിയാക്ക്. അവളെ പോലെ നീയും വൈദേഹിയാണെന്നാണോ പറയാൻ വരുന്നേ? നോക്ക്, ഇപ്പൊ തന്നെ വൈദേഹിയെ തെരഞ്ഞു തെരഞ്ഞ് ഞാനാകെ തളർന്നിരിക്കുക. ഈ തകർന്ന മനസ്സിനോട് ദയവ് ഇത് കളിക്കരുത്. ഏതാ ഈ പെണ്ണ്? എന്റെ പേര് ഉപയോഗിച്ച് എന്റെ ഭർത്താവിനെ സങ്കടപ്പെടുത്തുന്നു. ഇവള ഞാൻ. യെസ് യെസ്. ഐ കാന്റ് ബിലീവ് ദിസ്. അടിപൊളി ആക്ടിംഗ് ആയിരുന്നു. ഇത് മാളവികയുടെ പണിയായിരുന്നോ? ആക്ടിംഗ് ആണെന്ന് തോന്നിയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്തോ ഒരു കറക്കിക്കുത്ത്. അയാളെ കണ്ടിട്ട് എനിക്ക് ശരിക്കും പാവം തോന്നി. പാപമില്ല പുണ്യമില്ല. അല്ലെങ്കിൽ പിന്നെ വൈദേഹി വിളിച്ചെന്നും പറഞ്ഞ് എന്തൊക്കെ കോപ്രായങ്ങളായിരുന്നു. എന്ത് ചെയ്തിട്ടും വൈദേഹി മറക്കുന്നില്ല. ഏത് നേരം വീട്ടിൽ വൈദേഹി പുരാണാന്നേ. അതുകൊണ്ടാ ഇങ്ങനൊരു പ്ലാൻ. വൈദേഹിയുടെ പേരിൽ മെസ്സേജ് ചെയ്തത് നീയാന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എവിടെ എന്ത് മെസ്സേജ് വന്നാലും വൈദേഹിയാന്ന് ദേവൻ വിശ്വസിക്കില്ല. എന്തായാലും ഇതോടുകൂടി ശരിക്കും വൈദേഹി മുമ്പിൽ വന്ന് നിന്നാലും അതും ഭ്രമാണെന്നേ ദേവന് തോന്നും. ഇതോടെ ആ വൈദേഹിയുടെ പുറകെയുള്ള പോക്കങ്ങ് നിൽക്കും. അതൊക്കെ ഇരിക്കട്ടെ, കഴിഞ്ഞ ദിവസം എന്തോ വൈദേഹിയുടെ പേരിൽ മെസ്സേജ് വന്നു അത്രേ. അതാരായിരിക്കും അയച്ചത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് തീർത്തു പറയാൻ പറ്റും. ദേവൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് വൈദേഹി അല്ലെന്ന് ഉറപ്പാ. എന്റെ കല്യാണം മുടക്കാൻ
ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ റിവേഴ്സ് ഗിയറിലിട്ട് ഞാൻ തകർക്കുമെന്ന് മാത്രം ദേവൻ ഊഹിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ തലേ കൈയും വെച്ചിരിക്കുന്നുണ്ടാവും. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയുന്നത് വരെ എന്റെ ജീവൻ അപകടമുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. കല്യാണത്തിന് മുന്നേ ഞാൻ എല്ലാം മനസ്സിലാക്കും. എന്നിട്ട് തരാൻ നിനക്ക് നല്ലൊരു പണി. ഹലോ ഹലോ മോളെ, ഞാനാ ശിവന്റെ അമ്പലത്തിലെ തിരുമേനിയാ. പറയൂ തിരുമേനി, അവരെ കണ്ടു കിട്ടിയോ തിരുമേനി? വിവരം എന്തേലും കിട്ടിയോ? കുറച്ചു മുൻപ് അവരിവിടെ അമ്പലത്തിൽ വന്നിരുന്നു. അതെയോ? അവരെനിക്ക് കാണും തിരുമേനി. 10 മിനിറ്റിനുള്ളിൽ ഞാൻ അമ്പലത്തിൽ വന്നോളാം. അവര് തിരുമേനി അവിടെ തന്നെ പിടിച്ചു നിർത്താൻ നോക്ക്. അവരപ്പോഴേ പോയി മോളെ. പക്ഷെ അവരെ കണ്ടുപിടിക്കാനൊക്കെ വഴിയുണ്ട്. അവരുടെ വിവരങ്ങളൊക്കെ ഞാൻ എഴുതിയെടുത്തു. എന്നാ ശരി തിരുമേനി, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക. ആയിക്കോട്ടെ. അപ്പോഴത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു. പക്ഷേ അന്നെന്റെ കുഞ്ഞിനെ ഞാൻ ഇട്ടേച്ച് പോയത് ഈ അമ്പലത്തിൽ തന്നെയാ. നമ്മുടെ മോളെ സൂക്ഷിച്ചോളേ. അന്ന് എന്റെ ജീവൻ പോയാലും സാരമില്ല, എന്റെ കുഞ്ഞ് ജീവനോടെ ഇരുന്നാ മതിയെന്ന് കരുതിയ നിന്റെ സന്നിധിയിൽ അവളെ വച്ചിട്ട് ഞാൻ പോയത്. എന്റെ മോള് നല്ലോണം ജീവിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? എന്ത് പാപം ചെയ്തിട്ടാണെന്ന് അറിയില്ല. പക്ഷെ 20 വർഷമായിട്ട് ചന്ദ്രിക എന്നെ ചങ്ങല കെട്ടിയിരിക്കുകയായിരുന്നു. പുറം ലോകം കാണാനാവാതെ ജീവൻ പോകുന്ന കരുതി. പക്ഷെ ഇന്ന് ജീവനോട് പുറത്തു വരാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും നിയോഗം ഉണ്ടാവും. അത് എന്റെ കുഞ്ഞിനെ വീണ്ടും കാണാൻ വേണ്ടിയാണെങ്കിൽ അവൾ എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു താ ദേവേ. എനിക്കത് മാത്രം മതി. എന്റെ ഭർത്താവിനെ നീ എന്നിൽ നിന്നങ്ങ് കൊണ്ടുപോയി. എന്റെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് തിരിച്ചു താ ദേവേ. എന്റെ കുഞ്ഞിനെ എനിക്ക് താ. ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ, മഴനൂൽ കനവുകൾ കരളിലെ വേനലിൽ പെയ്തുവോ. ഇതാണ് അവരുടെ അഡ്രസ്. ഇതിന് ഫോൺ നമ്പറും ഉണ്ട്. ഇവര് തന്നെയാണ് അതൊന്നും ഉറപ്പാണല്ലോ. അതിൽ സംശയം വേണ്ട. ഇവർ രണ്ടുപേരും കൂടി അന്നും വന്നതേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവര് വൈദേഹി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട് തിരുമേനി. ഇന്ന് ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോളെ. ഒരു 5 മിനിറ്റ് നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോ. ഉദ്ദിഷ്ട കാര്യം നടക്കും.
ആയിക്കോട്ടെ. ഇവർക്ക് ഉറപ്പായിട്ട് എന്റെ അച്ഛനും അമ്മയും ആരാന്നറിയായിരിക്കും. പക്ഷെ ഇവരോട് എങ്ങനെ ഞാൻ ചോദിക്കും? ഞാനാണ് വൈദേഹി എന്ന് പറഞ്ഞ ഇവരും എന്റെ കൊലപാതകത്തിന് പിന്നിലുണ്ടെങ്കിലോ? എന്റെ രൂപപ്പ് പഴയ പോലെ അല്ലാത്തോണ്ട് കണ്ടാ എന്നെ തിരിച്ചറിയില്ലായിരിക്കാം. അപ്പൊ ഞാനാണ് വൈദേഹി എന്ന് പറയാതെ എന്റെ അച്ഛനും അമ്മയും കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞാൻ അവരോട് എങ്ങനെയാ ചോദിച്ചറിയാ? എന്റെ അമ്മ ഇപ്പൊ എവിടെയായിരിക്കും? എവിടെ അമ്മ ഇപ്പൊ? വിളിച്ചായിരുന്നോ മോളെ? ഇല്ലമ്മേ. വിളിച്ച പോലെ തോന്നിയായിരുന്നു. അതിരിക്കട്ടെ, വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. മോക്ക് എന്തോ വിഷമം ഉണ്ടല്ലോ. മോളെന്തെങ്കിലും വലിയ പ്രശ്നത്തിലാണോ? അമ്മയുടെ ഓർമ്മ വന്നിട്ടാ. നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? ദൈവം അങ്ങനെ മോളെ, മക്കൾക്ക് അമ്മയെയും അമ്മയിൽ നിന്ന് മക്കളെയും മക്കളിൽ നിന്ന് അമ്മയെ അകറ്റി അവൻ ആനന്ദിക്കും. ഈ പ്രസാദം കഴിക്കും മോളെ. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ അമ്മേ. നിക്ക് മോളെ, ഇതിനു വേണ്ടി കൈ കഴുകിയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. മോക്ക് ഞാൻ വാരിത്തരാം.